Hello my dear students, welcome to eMeryt Academy. This is Afsal Haleef. നമുക്കൊരു ഗിയർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഗിയർ ടൂത്തിൽ എന്തെല്ലാം ഫോഴ്സ് ആക്ട് ചെയ്യണമെന്നും ഏത് ഫോഴ്സ് കാരണമാണ് ഗിയർ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിലാണ് ഞാൻ എൻ്റെ ഗിയറിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ സിംഗിൾ ടൂത്ത് മാത്രമേ വരച്ചിട്ടുള്ളൂ. ആൻഡ് ദ പോയിൻറ്റ് പി ഇസ് നോൺ ആസ് പിച്ച് പോയിൻറ്റ്. ആ പിച്ച് പോയിൻറ്റിൽ കൂടെ വരയ്ക്കുന്ന ഒരു ഇമാജിനറി സർക്കിളിനെ വിളിക്കുന്ന പേരാണ് പിച്ച് സർക്കിൾ. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഈ ഗിയറിനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയർ? ഇവൻ്റെ പെയർ ഗിയർ ആയിട്ടുള്ള ഗിയർ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഇവൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോഴ്സ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്. എഫ് എൻ മീൻസ് നോർമൽ ഫോഴ്സ്. ഈ രണ്ട് ഗിയറുകൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാകുമ്പോൾ ആ കോൺടാക്ട് സർഫസിന് നോർമലായിട്ടാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ആ ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. ഇനി ഈ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോഴ്സ് ഈ ഗിയറിൽ എന്തെല്ലാം എഫക്റ്റ് വരുത്തുന്ന അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഇതല്ലേ നമ്മളെ പിച്ച് സർക്കിൾ. ഈ പിച്ച് സർക്കിളിനെ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഫോഴ്സ് റിസോൾവ് ചെയ്തു. മറ്റു കമ്പോണൻറ്റ് റേഡിയൽ, പിച്ച് സർക്കിളിൻ്റെ റേഡിയൽ ഡയറക്ഷൻ. ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിട്ട് ഞാൻ ആ ഫോഴ്സിന് എന്ത് വിളിച്ചു? എഫ് ടി. ടി ഫോർ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. റേഡിയൽ ഡയറക്ഷനായിട്ട് ഞാൻ ആ ഫോഴ്സിന് എന്ത് വിളിച്ചു? എഫ് ആർ. ആർ ഫോർ റേഡിയൽ ഡയറക്ഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഈ ഫിംഗേഴ്സ് എല്ലാം ഓരോരോ ഗിയർ ടൂത്തായി നിങ്ങൾ കൺസിഡർ ചെയ്യുക. റേഡിയൽ ഫോഴ്സ് നോക്കൂ, പ്യൂർലി റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഈ റേഡിയൽ ഫോഴ്സ് കാരണം ഈ ഗിയർ ടൂത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കംപ്രസീവ് ഫോഴ്സ് വരികയാണ്. ആ ഫോഴ്സ് കാരണം ഈ ഗിയർ എന്ത് ചെയ്യുന്നില്ല? റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ബട്ട് എഫ് ടി എന്ന ഫോഴ്സ്, ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? സി, സോ ഇവിടുത്തെ റൊട്ടേഷൻ കമ്പോണൻറ്റ് വിച്ച് മീൻസ് പവർ കോസിങ് കമ്പോണൻറ്റ്, പവർ കോസിങ് ഫോഴ്സ് ആരാണ്? എഫ് ടി എന്ന ടാൻജൻഷ്യൽ ഫോഴ്സാണ്. സോ നമുക്ക് ആ ഫോഴ്സ് ചെയ്ത പവർ നമുക്ക് എല്ലാവർക്കും, വാട്ട് ഈസ് പവർ? പവർ ഈസ് ഇക്വൽ ടു സിംപ്ലി ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ പവർ കോസിങ് ഫോഴ്സ് ആരാണ്? ടാൻജൻഷ്യൽ ഫോഴ്സ്. കാരണം ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് കാരണമാണ് ആര് കറങ്ങുന്നത്? ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എഫ് ടി ഇൻറ്റു വെലോസിറ്റി. ഈ എഫ് ടി എന്ന ഈ ഫോഴ്സിന് ആദ്യമായ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ലൂയിസ് എന്ന സയൻറ്റിസ്റ്റ്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ ഒരു ഇക്വേഷൻ അറിയപ്പെടുന്നുണ്ട് ലൂയിസ് ഇക്വേഷൻ. എഫ് ടി ഈക്വൽ ടു ഇക്വേഷൻ ഡെറൈവ്. ദാറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലൂയിസ് ഇക്വേഷൻ. നമ്മുടെ ഗിയറിൻ്റെ കംപ്ലീറ്റ് ഗിയർ ഡിസൈനിങ് ബേസ്ഡ് ഓൺ ദാറ്റ് ലൂയിസ് ഇക്വേഷനാണ്. ആ ലൂയിസ് ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷനും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗിയർ ഡിസൈൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസും നമ്മുടെ കയ്യിലെത്തും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി ഡിസൈൻ ഓഫ് ഗിയർ സ്റ്റാർട്ട് ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡെറൈവ് ലൂയിസ് ഇക്വേഷൻ. ലൂയിസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ നമുക്ക് 3-4 അസംപ്ഷൻസിൻ്റെ സഹായം വേണം. ഈ അസംപ്ഷൻസിൻ്റെ ബേസിലാണ് ലൂയിസ് ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെറൈവ് ചെയ്ത് നമ്മൾ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അസംപ്ഷൻ, ലൂയി അസ്യൂം ഗിയർ ടൂത്ത് ഈസ് ലൈക്ക് എ കാൻഡിലിവർ ബീം ഫിക്സ്ഡ് അറ്റ് ദ റൂട്ട്. ലൂയിസ് എന്താ ചെയ്തത്? നമ്മുടെ ഈ ബീമുണ്ട്, നമ്മുടെ ഈ ഗിയർ ടൂത്തിനൊരു ബീമായിട്ട് അസ്യൂം ചെയ്തു. കാൻഡിലിവർ ബീം. കാൻഡിലിവർ ബീം, സി എൻ്റെ ഈ ഫിംഗർ കാൻഡിലിവർ ആണെങ്കിൽ ഈ ഫിംഗറിൻ്റെ ബോട്ടം പോർഷൻ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കല്ലേ. അതേപോലെ ഈ ഗിയർ ടൂത്തിൻ്റെ റൂട്ട് എന്ത് ചെയ്തിരിക്കും? ഗിയർ ബ്ലാങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. ഈ എഫ് ടി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? കറക്റ്റ് ടോപ്പിലാണ്. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കാൻഡിലിവർ ബീം. റൂട്ട് ഫിക്സ്ഡ് ആണ്, ബോട്ടം പോർഷൻ എന്തായിരിക്കും? ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യും. അവിടെയാണ് ഈ എഫ് ടി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് അസംപ്ഷൻ, ദ എഫക്റ്റ് ഓഫ് ഡയറക്റ്റ് ഷിയർ ആൻഡ് കംപ്രസീവ് ഷിയർ സ്ട്രെസ്സസ് ആർ നെഗ്ലക്റ്റഡ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമ്മൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ഈ ഗിയർ ടൂത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ 2 ഫോഴ്സുകളാണ്. ഒന്ന് റേഡിയൽ ഫോഴ്സും ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ റേഡിയൽ ഫോഴ്സ് കാരണം എന്താ ചെയ്യുന്നത്? ഈ ടൂത്തിന് ആ ഫോഴ്സ് കംപ്രസ് ചെയ്യും. ആ കംപ്രസീവ് എഫക്റ്റ് ഞാൻ എന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ഈ എഫ് ടി ഇല്ല. ഈ എഫ് ടി കാരണം 2 ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഒന്ന് ഡയറക്റ്റ് ഷിയറും പിന്നെ ഒന്ന് ബെൻഡിങ്. ഈ എഫ് ടി എന്ന ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഈ ഗിയർ ടൂത്തിനെ ബെൻഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ബെൻഡിങ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബട്ട് ഈ എഫ് ടി കാരണം എന്ത് ചെയ്യും? ഈ ഗിയറിൻ്റെ ബ്ലാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ടൂത്ത് അങ്ങ് ഷിയർ ചെയ്ത് പോകും. ആ ഡയറക്റ്റ് ഷിയർ നമ്മളോട് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി ദ ബെൻഡിങ് സ്ട്രെസ് ഓഫ് ദ ഗിയർ ടൂത്ത്. തേർഡ് പോയിന്റ്, ഡിഫ്ലക്ഷൻ ഓഫ് ദ ടൂത്ത് അണ്ടർ ലോഡ് ഈസ് നെഗ്ലക്റ്റഡ്. ഈ എഫ് ടി എന്ന ഫോഴ്സ് കാരണം ഗിയർ ടൂത്തിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആ ഡിഫ്ലക്ഷൻ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. എഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടേഴ്സ് നെഗ്ലക്റ്റഡ്. കാരണം ഗിയർ ടൂത്ത് ഒരു യൂണിഫോം ക്രോസ് സെക്ഷൻ അല്ല, കണ്ടിന്യൂസ്ലി ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന ഒരു സൈക്ലോയിഡല്ലോ ഇൻവല്യൂട്ട് ടൂത്ത് പ്രൊഫൈലായിരിക്കും. അപ്പോൾ എന്താണ് ഈ ജോമെട്രി വേരി ചെയ്താൽ അവിടെ എന്ത് വരും? സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുമെന്ന് നമ്മൾ DMB 1 പഠിച്ചിട്ടുണ്ട്. ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ഫൈനലി, ഇനേർഷ്യ ഓഫ് റൊട്ടേറ്റിംഗ് പാർട്ട് ഈസ് നെഗ്ലക്റ്റഡ്. കാരണം ഗിയർ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുമല്ലോ. ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഡൈനാമിക് എഫക്റ്റുകൾ വിച്ച് മീൻസ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ F ഈസ് ഇക്വൽ ടു M എന്ന ഇനേർഷ്യ ഫോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇനി എന്ത് ചെയ്യാം? ഈ
ലൂയിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ലൂയിസ് ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞു, ലൂയിസ് ഇക്വേഷൻ എഫ് ടി എന്ന ഫോഴ്സ് കാരണം ഒരു ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ് സ്ട്രെസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മോസിൽ പഠിച്ചിട്ടുണ്ട്. ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ, വേർ ദിസ് സിഗ്മ ഈസ് നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടെത്താം. വാട്ട് ഈസ് എം? ബെൻഡിങ് മൊമെൻറ്റ്. നമ്മൾ എപ്പോഴും കണ്ടെത്തുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഗിയർ ടൂത്തിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് കിട്ടും. ആ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് മൊമെൻറ്റ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സി ഇവിടുത്തെ ഫോഴ്സ് എഫ് ടി അല്ലേ? എഫ് ടി മുതൽ ഈ റൂട്ട് പോർഷൻ വരെയുള്ള ഹൈറ്റ് കണ്ടോ? എച്ച് ആണ്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ എച്ച്. സോ നമുക്ക് എന്ത് കിട്ടി? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. സോ ഇവിടെ നിന്ന് സിഗ്മ ബെൻഡിങ് മാക്സിമം ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു വൈ. ശ്രദ്ധിക്കണം, ഇനി കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് ഈ ഐയും വൈയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത പ്രശ്നം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഗിയർ ടൂത്തിൻ്റെ ബോട്ടം ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഐയും വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഗിയർ ഇസ് ബെൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം പോർഷൻ. ഞാൻ അതിന് വേണ്ടി ആ ബോട്ടം പോർഷൻ എന്ന് വരയ്ക്കാം. ദിസ് ഇസ് ദ തിക്നെസ്. ഓക്കെ, ദിസ് ഇസ് ദ തിക്നെസ്, ദിസ് ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ ഗിയർ. വിഡ്ത്ത് ഓഫ് ദ ഗിയർ ഇസ് റെപ്രസെൻറ്റഡ് ആസ് ബി ആണ്, ആൻഡ് ബി ഇസ് നോൺ ആസ് ഫേസ് വിഡ്ത്ത്. സി ദിസ് ഇസ് ദ ബെൻഡിങ് ആക്സിസ്. ഈ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ ഞാൻ വൈ എന്ന് വിളിച്ചോട്ടെ. ഈ വൈ എന്ന് പറയുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്ട് ദിസ് ആക്സിസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗിയർ ടൂത്ത് ബെൻഡ് ആവുന്നത്. ഓക്കെ, സോ ഇതൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ? അപ്പോൾ ഐയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ ഫോർ എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഈസ് ബി ഡി ക്യൂബൈറ്റോൾ. ആ ബി ഡി ക്യൂബൈറ്റോൾ ഞാനൊന്ന് മാറ്റി പറയാം. പാരലൽ ടു പെർപെൻഡിക്കുലർ ക്യൂബൈറ്റോൾ. എന്തായി പാരലൽ? നമ്മളെ ബെൻഡിങ് ആക്സിസിന് പാരലൽ ആരാണ്? ബി. ബെൻഡിങ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ് ടി. സോ ബെൻഡിങ് ആക്സിന് പാരലലായ ബി ഇൻറ്റു പെർപെൻഡിക്കുലറിൻ്റെ ടി ക്യൂബ് ബൈ ട്വൽവ്. സോ നമുക്കൊന്ന് എഴുതാം. വാട്ട് ഈസ് എം? എഫ് ടി ഇൻറ്റു എച്ച്. വാട്ട് ഈസ് ഐ? പാരലൽ ഡിസ്റ്റൻസ് ബി, അതിന് പെർപെൻഡിക്കുലറാണ് ടി. സോ ബി ഇൻറ്റു ടി ക്യൂബ് ബൈ ട്വൽവ്. ഇനി ആരാണല്ലോ വൈ? വാട്ട് ഈസ് വൈ? വൈ ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ ബെൻഡിങ് ആക്സിസ്. ഇതല്ലേ ബെൻഡിങ് ആക്സിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആരാണ്? ദിസ് ഇസ് ടി ബൈ ടു. കാരണം ടോട്ടൽ ടി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്തായിരിക്കും? ടി ബൈ ടു. സോ ദിസ് വൈ ഈസ് ടി ബൈ ടു. ഇവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 12 മോളിൽ പോലെ 12 ബൈ 2 എന്തായി പോകും? 6. സോ 6 ഇൻറ്റു എഫ് ടി ഇൻറ്റു എച്ച്. ടി ഡിവൈഡ് ബൈ ടി ക്യൂബ് എന്തായി പോകും? ടി സ്ക്വയർ ആവത്തില്ല. സോ ബി ഇൻറ്റു ടി സ്ക്വയർ. ഈ സിഗ്മ ബി ആരാണ്? ദിസ് ഇസ് അവർ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. ദിസ് ഇസ് അവർ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. സോ കണ്ടീഷൻ ഫോർ സേഫ്റ്റി, കണ്ടീഷൻ ഫോർ സേഫ്റ്റി, ഇതൊരു ഡിസൈൻ കോൺസെപ്റ്റാണ്. ഈ എഫ് ടി എന്ന ഫോഴ്സ് കാരണം നമ്മുടെ ഗിയർ ടൂത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സാണ് ഈ കാൽക്കുലേറ്റേഴ്സാണ്. ഈ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് നമ്മുടെ ഗിയർ ടൂത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ആ ബെൻഡിങ്ങിന്, ഗിയറിന് താങ്ങാൻ പറ്റുന്ന ബെൻഡിങ്ങിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സ്ട്രെസ് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ഗിയർ ടൂത്ത് എന്തായി പോകും? ഫെയിലായി പോകും. സോ കണ്ടീഷൻ ഫോർ മാക്സിമം ഫോർ സേഫ്റ്റി ഈസ് ഈക്വൽ എന്താ പറയുന്നത്? സിഗ്മ ബെൻഡിങ് മാക്സിമം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? സിഗ്മ പെർമിസിബിൾ. സിഗ്മ പെർമിസിബിൾ. നമ്മൾ ഗിയർ ടൂത്തിൻ്റെ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന ബെൻഡിങ് സ്ട്രെസ് മാത്രമേ ഈ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരാവൂ. അതിന് മുകളിൽ പോകാൻ പാടില്ല, അതിന് താഴെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഈ സിഗ്മ പെർമിസിബിൾ നമ്മുടെ ഡേറ്റാ ബുക്കിന് വിളിക്കുന്ന പേര് സിഗ്മ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഞാനും സിഗ്മ ഡി എന്ന് വിളിക്കുന്നത്. സിഗ്മ ഡി ഫോർ ഡിസൈൻ സ്ട്രെസ്. സോ ഈ സിഗ്മ ബെൻഡിങ് മാക്സിമം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ പറയുന്നത്? 6 എഫ് ടി എച്ച് ഡിവൈഡഡ് ബൈ ബി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി. ഓക്കെ, സിഗ്മ ഡി. നമുക്ക് ഇവിടുന്ന് എന്താ കണ്ടെത്തേണ്ടത്? നമ്മളിവിടെ ആരെയാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? ലൂയിസ് ഇക്വേഷൻ ആണ്. സോ എഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ബി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6h. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഞാൻ മോഡ്യൂൾ എന്ന എം കൊണ്ട് ഡിവൈഡും ചെയ്തു, മൾട്ടിപ്പിളും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് മോഡ്യൂൾ. Module is denoted by small letter m ആണ്, where small letter m is defined by diameter by number of teeth, d by z. ഇതൊക്കെ നമ്മൾ തിയറി ഓഫ് മെഷീൻസിൽ പഠിച്ചിട്ടുള്ള ബേസിക്സ് ആണ്. ഇനി ഇവിടെ നോക്കൂ, ഈ ടി സ്ക്വയർ ബൈ 6h കണ്ടോ? ടി സ്ക്വയർ
by 6hm. This is known as capital Y, a constant capital Y, and this capital Y is known as form factor. Form factor. Substitute ചെയ്തോടെ. So sigma d b into capital Y m ആണ് നമ്മുടെ FT. ബട്ട് ഡേറ്റാ ബുക്കിൽ വേറെ രീതിയിലൂടെ പറയാറുണ്ട്. ഈ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? പൈ ഇൻറ്റു സ്മോൾ ലെറ്റർ വൈ ആണ്. വേർ ദിസ് വൈ ഈസ് നോൺ ആസ് ലൂയിസ് ഫോം ഫാക്ടർ. ക്യാപിറ്റൽ വൈ സിംപ്ലി ഫോം ഫാക്ടറാണ്. സ്മോൾ ലെറ്റർ വൈ ആരാണ്? ലൂയിസ് ഫോം ഫാക്ടറാണ് സ്മോൾ ലെറ്റർ വൈ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഡി ബി പൈ വൈ എം. ദിസ് ഈസ് അവർ ലൂയിസ് ഇക്വേഷൻ. ലൂയിസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുറച്ച് നിർത്തുക. ഓക്കെ, സോ വി ഹാവ് ഡെറൈവ്ഡ് അവർ ലൂയിസ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ബട്ട് ഡേറ്റാ ബുക്കിലുള്ള ഇക്വേഷൻ ഇതിനൊരു ചെറിയൊരു വ്യത്യാസം കൂടെ വരുത്തിയ ഡേറ്റാ ബുക്കിൽ ഇക്വേഷനും. കാരണം നമ്മൾ ഡേറ്റാ ബുക്ക് നോക്കി ഡെറൈവ് ചെയ്യുന്നതല്ലേ ആക്ച്വൽ കേസല്ലേ, പ്രാക്ടിക്കൽ കേസല്ലേ. ഇവിടെ നമ്മൾ ഒരുപാട് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ക്യാൻഡിലിവറായിട്ട് മാത്രമോ അല്ലെങ്കിൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഫാക്ടർ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനേർഷ്യ റൊട്ടേറ്റിംഗ് പാർട്ട് റൊട്ടേറ്റ് ചെയ്യാൻ, കാരണം ഗിയർ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ റൊട്ടേഷൻ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. സോ ആ ഗിയറിനെ ഈ സ്റ്റാറ്റിക് കേസിൽ നിന്ന് ഡൈനാമിക് കേസ്, ആക്ച്വൽ റൊട്ടേഷൻ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ FTയും കാട്ടി കുറച്ചും കൂടെ കൂടിയ വാല്യൂ വരും. അപ്പോൾ ആ വാല്യൂ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഡൈനാമിക് എഫക്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? FT ഈസ് ഈക്വൽ ടു ഒരു ഡൈനാമിക് ഫാക്ടർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് സിഗ്മ ഡി CV B pi y m, where the CV is known as velocity factor. Velocity factor to consider the dynamic effect. നമ്മുടെ ഡേറ്റാ ബുക്കിലുള്ള കിടക്കുന്ന അതേ ഫോർമാറ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത്. പൈ സിഗ്മ ഡി CV B y m. ഇതാണ് നിങ്ങളുടെ ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. പേജ് നമ്പർ 204 ഇക്വേഷൻ, E ഫോർ ഇക്വേഷൻ, P ഫോർ പേജ്, ഇക്വേഷൻ 12.5 ഈ ഇക്വേഷൻ അതേപോലെ കിടപ്പുണ്ട്. സോ ഗിയർ ഡിസൈൻ ചെയ്യാനുള്ള ഈ ലൂയിസ് ഇക്വേഷൻ്റെ ഡെറിവേഷനും അതിനകത്തുള്ള ഓരോ ടേംസും ഫൈനൽ എക്സ്പ്രഷനും മനസ്സിലാക്കിയാൽ ഗിയർ ഡിസൈൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസും നമ്മുടെ കയ്യിലായി. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആക്ച്വൽ ഗിയർ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒരു പ്രോബ്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ SIT എക്സാം അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ SIT എക്സാം, മെക്കാനിക്കൽ SITയിലെ കുട്ടികളിലേക്ക് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. താങ്ക് യു.